സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തണമെന്ന നിർദ്ദേശം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്ത സ്കൂളുകളിൽ ക്ലാസ് നടത്താൻ അനുവദിക്കില്ല. അറ്റകുറ്റപ്പണികൾ ഈ മാസം 27-നകം പൂർത്തിയാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ എന്താണ്? ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കർശനമായ ഒരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ സ്കൂളുകളുടെയും അറ്റകുറ്റപ്പണികൾ 27-ാം തീയതി, ഈ മാസം 27-ാം തീയതിക്കകം പൂർത്തിയാക്കണമെന്ന് ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർമാർ 25 മുതൽ 30 വരെയുള്ള തീയതികളിൽ സ്കൂളുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചുമതല ഇട്ട് നൽകിയിരിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും കൃത്യമായി തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിരിക്കണം. കെട്ടിടത്തിന്റെ ഭിത്തികൾ ചായം പൂശി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. ഇത്തരത്തിൽ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ ക്ലാസുകൾ നടത്താൻ അനുവദിക്കില്ല എന്നും ഈ സർക്കുലർ പറയുന്നുണ്ട്. സ്കൂൾ പരിസരം വൃത്തിയാക്കണം. കാട് പിടിച്ചതോ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ വഴിയുള്ളതോ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളും സ്കൂൾ പരിസരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ 2 മാസത്തോളമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ, കുടിവെള്ള ടാങ്ക്, കിണർ എന്നിവ അണുമുക്തമാക്കി ശുചീകരിക്കണം. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തണം. അതിനോടൊപ്പം തന്നെ സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മാത്രമേ പ്രവേശനോത്സവം നടത്താൻ പാടുള്ളൂവെന്നും സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. അത്തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സഹായം ആവശ്യമായിട്ടുണ്ടെങ്കിൽ എക്സൈസിന്റെയോ പോലീസിന്റെയോ സേവനം ഉറപ്പാക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ പൂർത്തിയാക്കണം. വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരിക്കുന്നത്. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.